ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചെറുപയർ കൊണ്ടൊരു തീയലാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 100 ഗ്രാം ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. പയറെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കിയ ശേഷം കുതിരാൻ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ ഉള്ളി തോല് കളഞ്ഞത് 1 കപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചീനിച്ചട്ടിയിലോട്ട് നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് വേണം നമുക്ക് വറുത്തെടുക്കാൻ. തേങ്ങ വറുത്ത് പകുതിയാവുമ്പോൾ നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയാണ്. മല്ലി ഞാനിപ്പോൾ മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഒരു സ്പൂൺ കണക്കാക്കി എടുത്തിട്ടുണ്ട്. കൂടെ കാശ്മീരി ചില്ലി ആണ് എടുത്തിട്ടുള്ളത്. അത് 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് വറുത്തെടുക്കാം. ഇവയെല്ലാം നമുക്ക് കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുത്ത ശേഷം തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് തേങ്ങയെല്ലാം മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയാലുടൻ തന്നെ നമ്മൾ തോലുരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തക്കാളിയാണ്. ഞാനിപ്പോൾ പുളി ചേർക്കുന്നില്ല. തക്കാളി ചേർത്ത ശേഷം വീണ്ടും വഴറ്റി കൊടുക്കുക. തക്കാളിയും ഉള്ളിയൊക്കെ നല്ല വേവണം. ഇളക്കുന്നതിനിടയിൽ തവി കൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ ഉടച്ചു കൊടുക്കാം. ഇത് ചോറിനോടൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയറാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ചെറുപയറെല്ലാം നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരപ്പിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കറി നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തീ കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളമെല്ലാം ഏകദേശം വറ്റി വരണം. ഇപ്പോൾ നമ്മുടെ തീയലൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. പയർ നമ്മൾ വേവിക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊന്നും കളയാതെ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പയർ തീയൽ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.